അരുൺകുമാർ, ഇപ്പോൾ കെ ടി ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. റീൽസും കുതന്ത്രങ്ങളും പയറ്റാതെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ രാഷ്ട്രീയക്കാരനാണ് സ്വരാജ് ജയിച്ചേ പറ്റൂ എന്ന്. ഇത് ആരെ കുത്തിക്കൊണ്ടാണ് സ്വരാജ് ജയിക്കണമെന്ന് പറയുന്നത്? ഇവിടെ ഞാൻ ഈ ബഹുമാനപ്പെട്ട കോൺഗ്രസ് UDF പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. ഈ എറണാകുളത്തെ JFCM 2 കോടതിയിൽ CC നമ്പർ 145/2017, അതായത് ഇന്നേക്ക് 8 വർഷങ്ങൾക്ക് മുമ്പ് ഫയൽ ചെയ്ത കേസാണ്. ആ കേസ് സഖാവ് M സ്വരാജ് ഇവിടുത്തെ കേരള കൗമുദി പത്രത്തിനെതിരെ കൊടുത്ത ഒരു കേസാണ് ഇപ്പോൾ പെൻഡിങ് നിൽക്കുന്നത്. അതിലെ മുഖ്യപ്രതി ദീപു രവി, MS രവി മരിച്ചുപോയി. ആ പത്രത്തിന്റെ ഉടമയടക്കമുള്ളവരാണ്, മകനടക്കം ഇപ്പോൾ പ്രതിയാണ്. ആ കേസ് താൻ പറയാത്തൊരു കാര്യം CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞതായി മുഖ്യധാരാ മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്ന, പ്രധാനമായി കേരള കൗമുദിയിൽ വന്ന വാർത്തയ്ക്കെതിരാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പരസ്പര വിരുദ്ധമായ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന മണ്ടത്തരങ്ങൾ വെച്ച് ഈ ചാനൽ ചർച്ചയിൽ എത്ര അങ്ങ് പൊലിപ്പിക്കാൻ നോക്കിയാലും ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. CC 145/2007. ഞാൻ വേണമെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അങ്ങ് അയച്ചു തരാം. ഒന്ന് സഖാവ് താങ്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇവിടെ താങ്കൾ പറയാണ് പോലീസിങ് അതാണ് ഇതാണ്. ഒന്ന് ആലോചിച്ചോട്ടെ, ഈ മണ്ഡലത്തിന്റെ ചുറ്റുപാടുമാണല്ലോ മുത്തങ്ങയും മാറാടും എല്ലാം കിടക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തായിട്ട്. ഞാൻ പറഞ്ഞിട്ട് അല്ല, അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പം അവിടെ ഉണ്ട്, ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ല. ഈ കോൺഗ്രസും UDF ഭരിക്കുമ്പോഴല്ലേ മുത്തങ്ങയിൽ ഏറ്റവും സാധാരണക്കാരായ ആദിവാസി സഹോദരങ്ങളെ ഭൂമിക്ക് ഒരു മണ്ണിന് വേണ്ടി സമരം നടത്തിയ എത്രയോ പേരെ ക്രൂരമായി തല്ലിക്കൊന്ന് വെടിവെച്ച് അവരെ വഴിയാധാരമാക്കി അവർക്കെല്ലാം ഭൂമി കൊടുത്ത് 253 ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. മാറാട് കലാപത്തെ പറ്റി താങ്കൾക്ക് അറിയാമല്ലോ. ആര് ഭരിക്കുമ്പോഴാണ് ഈ മാറാട് കലാപം ഉണ്ടായേ? എത്രയോ പേരെ ക്രൂരമായിട്ട് കൊന്നു, അവിടെ കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു, അതുപോലെ തന്നെ മൃതപ്രായരാക്കി മാറ്റി. ഇതൊക്കെ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ 9 കൊല്ലമായി ഒറ്റ വർഗീയ കലാപമില്ലാത്ത നാടാണ് ഈ കേരളം. ക്രമസമാധാന പരിപാലനത്തിൽ 1ാം സ്ഥാനം ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് തന്നെ കൊടുത്ത സംസ്ഥാനമാണ് സംസ്ഥാന ഗവൺമെന്റ്. അതുപോലെ തന്നെ മാനവ വിഭവ സൂചികയിലും കേരളമാണ് 1ാമതെന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേദിവസം നിർമ്മലാ സീതാരാമൻ തന്നെ കേൾക്കൂ, എനിക്ക് അനുവദിച്ച സമയത്ത് എന്തു പറയുന്നത് ഞാനാ തീരുമാനിക്കണേ. ലീഗ് അല്ല പറയേണ്ടത്. ലീഗിന്റെ കാര്യം പറഞ്ഞാൽ മതി. നിങ്ങളുടെ സമയത്ത് പറഞ്ഞാൽ മതി. മാന്യത കാണിക്കൂ. മാന്യത കാണിക്കൂ. മര്യാദ കാണിക്കൂ. ഇത് തന്നെയാണ് താങ്കൾ പറഞ്ഞല്ലോ. ഓരോ നേതാക്കന്മാരും അഹങ്കാരം തലയ്ക്ക് പിടിച്ച് എന്റെ സമയത്ത് എന്ത് പറയണം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. UDFന്റെ, കോൺഗ്രസിന്റെ, ലീഗിന്റെ അഹങ്കാരം, പരിഹാസം, അധിക്ഷേപം, പരദൂഷണം, ഒരു പ്രത്യേക കാലത്തിൽ പുച്ഛവും പരിഹാസവും അപമാനിക്കലും ഒക്കെ നിർത്തിവെച്ചു കഴിഞ്ഞാൽ അത് ഒരു നല്ല രീതിയാണ് എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ സ്വരാജ് ആകട്ടെ, സ്വരാജിന്റെ രീതികളിലും സംസാരത്തിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രചാരണത്തിൽ വളരെ മാന്യമായി അപ്പുറത്തെ സ്ഥാനാർത്ഥിയെ പോലും വ്യക്തിപരമായി ഒരു തരത്തിലും പ്രതികരിക്കാതെ ഇത് ആശയ സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നേറുന്നത്. 2 സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ്. പക്ഷേ നേതാക്കൾ അങ്ങനെയാണ് എന്ന് താങ്കൾക്ക് ശഠിക്കാൻ പറ്റില്ല. 2 വശത്തും ആ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്, എല്ലാ സമയത്തുമുണ്ട്. അല്ല, UDF പറയുന്നതും UDFന്റെ നേതാക്കന്മാർ പറയുന്നതും ലീഗിന്റെ പ്രതിനിധി പറയുന്നതും അങ്ങനെ അങ്ങ് ഏറ്റെടുക്കില്ലേ സ്മൃതി? നമ്മളിവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ എന്ത് ചോദ്യം ചോദിക്കുമ്പോഴും ആരുടെ ചോദ്യം ഏറ്റെടുക്കുന്ന രൂപത്തിൽ ആരെന്നും പറയാൻ പറ്റില്ല. അരുൺകുമാറിന് പറയാം. ഞാൻ ആരുടെങ്കിലും ഏറ്റെടുക്കുകയാണെന്നുള്ള വ്യാഖ്യാനം ഒന്നും വേണ്ട. താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ പറഞ്ഞോളൂ. ഇനി ഇടപെടലേ. ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിൽ UDFന്റെ നേതാക്കന്മാർ ഉയർത്തിയ ഓരോ പ്രസ്താവനയും
അതുപോലെ ഓരോ ഇടപെടലും കൃത്യമായി വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്ന ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഡേറ്റ് വേണോ, ടൈം വേണോ, ഇന്ന ദിവസത്തെ പ്രസംഗം, IMA ഇടപെടണം. ഈ ഡോക്ടർമാരെ മത്സരിപ്പിച്ച് വഴിയാധാരമാക്കുന്ന CPMന്റെ നടപടിക്കെതിരെ IMA ഇടപെടുന്ന 7 തെരഞ്ഞെടുപ്പിൽ അമ്പേ പൊട്ടി, 4 ജില്ലകളിൽ പോയി അമ്പേ പരാജയപ്പെട്ട് ഈ കേരളത്തിന്റെയും രാജ്യത്തിന്റെ ചരിത്രത്തിൽ മന്ത്രിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ദയനീയമായി തോറ്റ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാവ്, സ്വന്തം പെങ്ങൾ പോയി BJP ചേർന്നു, അതുപോലും തടയാൻ പറ്റാത്ത നേതാവ്, ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തി ഇവിടെ കെ മുരളീധരൻ തമ്മിൽ നടന്ന ഫേസ്ബുക്ക് പോസ്റ്റ് തർക്കമാണല്ലോ അല്ലേ? രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, ഇങ്ങനെ തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. കെ മുരളീധരൻ നല്ല മറുപടി അദ്ദേഹം കൊടുത്തു, ശരി തന്നെ. അതല്ല പറഞ്ഞത്, അതാണ് ഇപ്പൊ താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ ന്യായീകരിക്കല്ലേ ഞാൻ പറഞ്ഞത്. അല്ലല്ല ഞാൻ പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 3 ദിവസമാകുമ്പോഴേക്കും സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ വിഷയത്തിലേക്ക് തന്നെയാ വരെ. 3 ദിവസമാകുമ്പോഴേക്കും സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ ആക്ഷേപശരങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് ആക്ഷേപഹാസ്യം എന്ന രൂപത്തിൽ തരംതാണ പ്രവർത്തി നടത്തുന്നത് UDF ആയാലും BJP ആയാലും LDF ആയാലും നമ്മൾ പാലക്കാടും ആക്ഷേപഹാസ്യമൊക്കെ കണ്ടതാണെന്നേ. അപ്പോൾ അത് നിലമ്പൂരിൽ നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ നല്ല കാര്യം. ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്, തെരഞ്ഞെടുപ്പ് വിധിയിലുമുണ്ട്. ഞാൻ ഓരോ വസ്തുത പറയുമ്പോഴും കൃത്യമായി താങ്കൾ എന്തിനാ അത്ര ബേജാറാവണേ? UDF-നെ എന്നാ താങ്കൾ എത്ര ന്യായീകരിക്കണേ? ഞാൻ വസ്തുതാപരമായിട്ടല്ലേ പറയുന്നത്. എനിക്ക് ഖണ്ഡിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ആരോടായാലും ചോദിക്കും. അതിന് അരുൺകുമാറിന്റെ സീറ്റ് വേണ്ട. അരുൺകുമാർ, എനിക്ക് ചോദിക്കാനുള്ള ഞാൻ ചോദിക്കും. താങ്കൾ ഖണ്ഡിച്ചോ? ഏതെങ്കിലും ചേരിയിൽ കൊണ്ട് കെട്ടുമെന്ന് വേണ്ട. ചോദിച്ചോ? താങ്കളുടെ ചോദ്യത്തിന്റെ പിന്നിലുള്ള മണ്ടത്തരവും ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെന്നും നിങ്ങളുടെ നീലപ്പെട്ടി മണ്ഡലത്തിന്റെ വിധി എന്തായി? നീലപ്പെട്ടി മണ്ഡലത്തിന്റെ വിധി എന്തായി? അങ്ങനെ പറയണ്ട, അങ്ങനെ പറഞ്ഞുകൊണ്ട. തിരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തൊക്കെ സമീപനങ്ങൾ ഓരോ ഘട്ടത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് കണ്ടിട്ടുള്ളതാണ്. നിലമ്പൂരിൽ അത് എടുക്കുന്നില്ലെങ്കിൽ നല്ല കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. നിലമ്പൂരിൽ നല്ല രൂപത്തിൽ പ്രചാരണം കൊണ്ടുപോകുന്നു 2 കൂട്ടരുമെങ്കിൽ നല്ല കാര്യം. പുതിയ രീതിയിലേക്ക് നിങ്ങൾ വരുന്നെങ്കിൽ നല്ല കാര്യം, അഭിനന്ദനങ്ങൾ. ചില കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾക്കും പൊള്ളും, ചില കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾക്കും പൊള്ളും. അത് പൊതുസമൂഹത്തിൽ ചർച്ചയാകരുതെന്ന് താങ്കളും ആഗ്രഹിക്കും. അപ്പോൾ താങ്കൾ കോൺഗ്രസ് എടുക്കുന്ന ന്യായീകരണം, ലീഗ് എടുക്കുന്ന ന്യായീകരണം താങ്കൾ എടുത്ത് KT ജലീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. KT ജലീലിന്റെ നമ്പർ അങ്ങയുടെ കയ്യിലുണ്ട്, താങ്കൾ വിളിച്ചെന്നോ ചോദിക്കാം. ഇല്ല, എനിക്കൊരു പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. KT ജലീലിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് സഹിക്കുന്നില്ല, നിങ്ങൾക്ക് കഴിയില്ല. കാരണം അത് ചർച്ച ചെയ്താൽ ഞങ്ങൾ അച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട്. ചില കാര്യങ്ങളെയാണ് അപ്പുറത്ത് നവാസ് ഖണ്ഡിച്ചത്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ മതി, സമയം കളയണ്ട. അത് ഖണ്ഡിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. അത് കൃത്യമായിട്ടാ പറഞ്ഞ് അച്ചടിച്ച് ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തത്. ഇവർ ഖണ്ഡിക്കാൻ ഇരുന്നിട്ട് എന്താ കാര്യം? ജനം പരിശോധിക്കട്ടെ. വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വനത്തിന്റെ സൈഡിൽ ഫെൻസിങ് അത് സംസ്ഥാന ഗവൺമെന്റ് വച്ചില്ല. ചർച്ച ചെയ്തോട്ടെ, ഇത് ചർച്ച ചെയ്തതല്ലേ 2020. പ്രോഗ്രസ് റിപ്പോർട്ടാണ് നിങ്ങളുടെ പ്രധാന ആയുധം. റിപ്പോർട്ടാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആയുധം. അതിൽ നിലമ്പൂരിൽ അത് വിധിയെഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. സമയക്കുറവുള്ളതുകൊണ്ടാണ്. നവാസ് വേഗം പറയുക, സമയം കഴിയുന്നു. വേഗം പറയൂ നവാസ്. ഞാൻ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഒരു 8 മിനിറ്റ് സമയം മതി. കേരളത്തിലെ പോലീസിംഗ് നമ്പർ 1 ആണ് എന്ന് ശ്രീ അരുൺകുമാർ പറഞ്ഞു. അത് പ്രോഗ്രസ് റിപ്പോർട്ടിലുണ്ട് എന്നാ പറഞ്ഞ്. ശ്രീ അരുൺകുമാർ, പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഒരു കാര്യമില്ല. കേരളത്തിന്റെ ഈ രാജ്യത്തിന്റെ ഈ പോലീസിംഗുമായി ബന്ധപ്പെട്ട് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഉണ്ട്. താങ്കൾ ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ പോകണം. താങ്കളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലല്ല. അതിൽ പറയുന്നതെന്ന് അറിയോ? 39% ക്രൈം കേരളം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഞാനത് പറയുന്നത് റേഷ്യോ പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉത്തർപ്രദേശ് ആണെങ്കിൽ 2ാമത് കേരളമാണ്. സാർ മിണ്ടാതിരിക്കും. സാർ താങ്കൾ
ഞാൻ പറഞ്ഞില്ലല്ലോ. താങ്കൾ പറഞ്ഞ മാന്യ സാധനം ബാധകല്ലേ? ഞാൻ അയച്ചു താങ്കൾ പറഞ്ഞ മാന്യ താങ്കൾ ബാധകല്ലേ? പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒന്ന് മിണ്ടാതെ പറഞ്ഞല്ലോ. ഞാൻ അനുവദിക്കാത്ത ഘട്ടത്തിൽ കയറി ഇടപെടരുത്. പരിശോധിക്ക്. ഇത് CPM പാർട്ടി കമ്മിറ്റി ഓഫീസിൽ അരുൺ നവാസ് പൂർത്തിയാക്കട്ടെ. ഞാനൊന്ന് ഭയപ്പെടുന്നത് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാറുണ്ടേ. ഞാനൊന്ന് പറഞ്ഞാൽ കണക്ക് പ്രകാരം എന്തിനു ഭയപ്പെടണം? പറയൂ. പറയട്ടെ സാർ. അത് പുതിയ ഐഡിയ ഒന്നല്ല, അതൊന്നും ഇറക്കല്ലേ. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഒഴിവാക്ക്. സീന് കഴിഞ്ഞു. ഉടായിപ്പെടുക്കല്ല. ഞാനൊന്ന് പറയട്ടെ. പോലീസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് കേന്ദ്രത്തിൽ നിന്ന് എന്തോ ഒരു പുരസ്കാരമാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ നമ്മുടെ മുന്നിൽ ഒരു സാക്ഷ്യമായിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നിയമസഭ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമ്പോൾ പറയാം. ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നിലമ്പൂർ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.